നമ്മൾ സ്വിച്ച് ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പൊതുവെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. പല വീടുകളിലും സ്വിച്ച് ബോർഡ്സ് ഒരു റാൻഡം ഹൈറ്റിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഫർണിച്ചേഴ്സ് കൺസിഡർ ചെയ്യാതെ പ്ലേസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്വിച്ചസിലേക്കുള്ള ആക്സസ് ബുദ്ധിമുട്ടായി വരും, ഫർണിച്ചർ പ്ലേസ്മെൻറ്റ് ബ്ലോക്ക് ആവും. സോ ടോട്ടലി അവിടുത്തെ എസ്റ്റിക്സ് തന്നെ സ്പോയിൽ ആവാനും ചാൻസ് ഉണ്ട്. ഒരു സ്പേസിൻ്റെ യൂസേജ് അനുസരിച്ചും അവിടുത്തെ ഫർണിച്ചർ ലേഔട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ സ്വിച്ച് ബോർഡ് പ്ലേസ്മെൻറ്റ് തീരുമാനിക്കേണ്ടത്. ജനറലി ലിവിംഗ് ആൻഡ് ബെഡ്റൂംസിൽ 3.5 to 4 feet ഹൈറ്റ് ആണ് ഒരു സ്റ്റാൻഡേർഡ് റൂൾ. കിച്ചണിലാണെങ്കിൽ എബവ് കൗണ്ടർ ലെവൽ സ്വിച്ച് ബോർഡ്സ് പ്ലേസ് ചെയ്യാം. ഈസി ആക്സസ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിൽ ബെഡ് സൈഡ് സ്വിച്ചസ് കൊടുക്കാൻ ശ്രദ്ധിക്കാം. സോ ഇലക്ട്രിക്കൽ വർക്കിന് മുന്നേ തന്നെ അതാത് സ്പേസിലെ ഫർണിച്ചർ ലേഔട്ട് ഫിക്സ് ചെയ്ത് ഫ്രീസ് ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നീട് അതിലൊരു ചേഞ്ച് വരാനും എക്സ്ട്രാ കോസ്റ്റ് ആവാനും സാധ്യതയുണ്ട്. ഇതൊരു ടിപ്പായിട്ട് കൂട്ടിയാൽ മതി, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. യൂസ് അലൈൻഡ് ആൻഡ് മിനിമൽ സ്വിച്ച് ബോർഡ്സ് ടു മെയിൻറ്റെയിൻ എ ക്ലീൻ ഇൻറ്റീരിയർ റൂം. ഡെയിലി യൂസേജിൽ ബിഗ് കംഫർട്ട് ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ കാര്യമാണ് സ്വിച്ച് ബോർഡ് പ്ലേസ്മെൻറ്റ്. ഫോർ മോർ പ്രാക്ടിക്കൽ കൺസ്ട്രക്ഷൻ ടിപ്സ്, ഫോളോ അവർ പേജ്. താങ്ക് യു.